ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും രണ്ട് തരം ചട്നി, അതായത് ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു തക്കാളി ചട്നി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ കഴിക്കാൻ. അത് ഇനി എത്ര പാടുപെട്ടിട്ടായാലും ഞാൻ ഉണ്ടാക്കും. എൻ്റെ അമ്മ ഉണ്ടാക്കാറുള്ള ഒരു തക്കാളി ചട്നി ആട്ടോ അത്. 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല നാടൻ വെളുത്തുള്ളിയാണ്, ചൈനീസ് വെളുത്തുള്ളിയൊന്നുമില്ല. അതൊരു 10 അല്ലി ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിക്കുന്ന നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 3 തക്കാളിയും കൂടി ചേർക്കണം. എരിവിനായിട്ട് വറ്റൽമുളക് ഇട്ടാൽ മുഴുവനായിട്ടുള്ള വറ്റൽമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർത്താലും മതി. എന്തായാലും ഒരു 5 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. എല്ലാം ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഈ ഒരു പരുവാണ് സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി, ഒരു 1/2 ടീസ്പൂണ് ശർക്കര പൊടിച്ചത്, കുറച്ച് ഉപ്പ്, പച്ച സവാള ഒരു ചെറുതായിട്ട് എടുത്തിട്ട് എല്ലാം കൂടി അരച്ചൊന്ന് മാറ്റി വെച്ചു. സവാള വഴറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ വേണ്ട കേട്ടോ. അതിൻ്റെ പ്രത്യേകത അതാണ്. പച്ച സവാള നമ്മൾ ചേർത്തരയ്ക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റും കൂടി ചേർത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഒരു 5 മിനിറ്റും തിളപ്പിച്ചെടുത്ത് നമ്മൾ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. ആ പച്ച സവാള അങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. ഈ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വഴറ്റിയിട്ട് ചേർക്കാം. എന്തായാലും നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്.